ഒരുപാട് പേർക്കറിയാവുന്ന ലൊക്കേഷൻ ആയിരിക്കും ഈ കാണുന്നത്. ഇത് കാസിൽ കോംബ് ചിപ്പൻഹാമിലാണ് ഇതുള്ളത്. ഈ കാണുന്ന കാർ പാർക്കിലാട്ടോ നമ്മൾ കാർ പാർക്ക് ചെയ്ത്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് താഴേക്ക് നടക്കാനുണ്ട്. അവിടേക്ക് നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പോകുന്ന വഴിക്ക് കുട്ടികളൊക്കെ ഓടുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് റിസ്കി ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ മുകളിലാണ് കാർ പാർക്ക് ചെയ്തത്. 13th and 14th സെഞ്ചുറിയിലാട്ടോ ഈ വില്ലേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാം, ഒരുപാട് പഴയതാണ്. ഈ കാണുന്ന വീട് കണ്ടോ, 1573 ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പഴമ അങ്ങനെ തന്നെ നിർത്തി അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയതൊരു വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എല്ലാ ഫ്രെയിമിലും ആളുണ്ടായിരുന്നു. അപ്പോൾ ഈ വില്ലേജിന് സെൻട്രൽ തന്നെയുള്ള ഒരു ചർച്ചാണിത്. സെൻറ് ആൻഡ്രോസ് ചർച്ച് എന്നാണ് ഈ ചർച്ചിൻ്റെ പേര്. 13th and 14th സെഞ്ചുറിയിലാണ് ഈ ചർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്രമാത്രം പഴയതാണെന്നുള്ളത്. ഇവിടെ ഇപ്പോഴും മാസൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഈ കാണുന്നുണ്ടോ, ഇതാണ് ഇംഗ്ലീഷ് ടെറൻ ക്ലോക്ക്. ഈ ക്ലോക്കിന് ഫേസ്ലെസ് ക്ലോക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് മെഷീൻ അവിടെയുണ്ട്. അതിൽ 20p ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇതിനുള്ളിലെ ലൈറ്റ് തെളിയുന്നതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അധികം നേരമൊന്നും ഉണ്ടാവില്ല, ഒരു മിനിറ്റൊക്കെ ഇതിങ്ങനെ തെളിഞ്ഞ് നിൽക്കത്തുള്ളൂ. വേറൊരു പ്രത്യേകതയുള്ള കാര്യം ഞാനിവിടെ കണ്ടത്, വേൾഡ് വാർ 1ലും 2ലും ഒക്കെ ഈ വില്ലേജിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതിൽ മരിച്ചു പോയവരുടെയും തിരിച്ചു വരാത്തവരുടെ ഒക്കെ പേരുകൾ അവിടെ ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ച ആ ഫോട്ടോ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് നടക്കുന്നത്. പക്ഷേ എനിക്ക് അവിടെ ഒരുപാട് ക്രൗഡ് ആയിരുന്നുകൊണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞ വീക്കെൻഡ് ആയിരുന്നു, ക്രൗഡ് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ വീക്ക് ഡേയ്സിൽ പോകാൻ നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.